മമതയുടെ ഒരു പ്രസ്താവന വളരെ കൗതുകകരമായിട്ട് തോന്നി. പക്ഷെ മമത ആദ്യമായിട്ട് പറയുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, പക്ഷേ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്ന മമത പറയുന്നു ഞാൻ ഈ മുന്നണിക്ക് സപ്പോർട്ട് കൊടുക്കും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. CPM-ഉം കോൺഗ്രസും ബംഗാളിൽ ഒന്നിച്ച് മമതയ്ക്കെതിരെ മത്സരിക്കുകയാണ്. അവർ മുന്നണിയുടെ ഭാഗമാകാൻ പാടില്ല. ഇതെങ്ങനെ സാധിക്കും? അതിൻ്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യ മുന്നണിയുണ്ടോ? കോൺഗ്രസ് ആണല്ലോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കക്ഷി. അപ്പോൾ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യ മുന്നണിക്ക് സപ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞത് ഒരു തമാശയാവണോ അതോ വിചിത്രമായൊരു പ്രസ്താവനയാണോ? അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് മമതാ ബാനർജി കഴിഞ്ഞ 2 ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ ആകെ പിന്നെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട പോലെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു അവസാനത്തെ പ്രസ്താവനയാണോ ഇത്? അങ്ങനെയാണോ? എനിക്കങ്ങനെയല്ല തോന്നുന്നത്. ഞാൻ റിയലിസ്റ്റിക് ആയിട്ടാണ് കാണുന്നത്. കാരണം മമത പറയുന്നു ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസും CPM-ഉം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കോൺഗ്രസ് ഇല്ലല്ലോ, ഇല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇറ്റ് മീൻസ് ഇൻഡയറക്റ്റ്ലി കോൺഗ്രസ് ഉണ്ടാവാൻ പാടില്ല. മമതയാണ് നേതാവ്. അല്ല, മമതയാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ല നേതാവ്. അല്ല, പുറമേ നിന്ന് അതിൽ പങ്കെടുക്കുകയില്ല, പുറമേ സപ്പോർട്ട് ചെയ്യും. അപ്പോഴും കോൺഗ്രസ് ഉണ്ടാവാൻ പാടില്ല, ഇല്ല, CPM-ഉം ഉണ്ടാവാൻ പാടില്ല. അല്ല, കോൺഗ്രസ് ബംഗാളിലെ കോൺഗ്രസ് ഉണ്ടാകാൻ പാടില്ലെന്നാണോ? കോൺഗ്രസേ ഉണ്ടാകാൻ പാടില്ല. ബംഗാളിലെ കോൺഗ്രസ് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയും. ബംഗാളിലെ കോൺഗ്രസ് ആ സർക്കാരിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബംഗാളിൽ നിന്നുള്ള മന്ത്രിമാർ പാടില്ലെന്നായിരിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കാം. കാരണം മമതയെ നേരിട്ട് എതിർക്കുന്നത് ബംഗാളിലെ കോൺഗ്രസ് ഘടകമാണ്. CPM-ൻ്റെയും പിന്നെ വെസ്റ്റ് ബംഗാളിലെ ഘടകമാണ് മമതയ്ക്കെതിരെ. അവർ രണ്ടുമാണ് അവിടെ ഐക്യം. ഈ 2 കക്ഷികളും പുറത്തെങ്ങും ഐക്യമല്ല. കേരളത്തിലെ ഐക്യം നമുക്കറിയാമായിരുന്നല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് മമത ഉദ്ദേശിച്ചത് ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. കോൺഗ്രസേ പാടില്ലെങ്കിൽ പിന്നെ ഇന്ത്യ മുന്നണിയില്ലല്ലോ. അപ്പോൾ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരും CPM-കാരും ആ മുന്നണിയിൽ ഉണ്ടാകാൻ പാടില്ല. അതെങ്ങനെ സാധ്യമാകും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കോൺഗ്രസും CPM-ഉമാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഫലത്തിൽ ബംഗാളിലെ കോൺഗ്രസിനെ മാറ്റി നിർത്തി ഓൾ ഇന്ത്യ കോൺഗ്രസ് ഇല്ല. അപ്പോൾ പിന്നെ കോൺഗ്രസ് ഇൻഡയറക്റ്റ് ആയിട്ട് മമത പറയുന്നത് കോൺഗ്രസ് പാടില്ല എന്ന് തന്നെയല്ലേ? അല്ല, ഈ വിചിത്രമായ വാദത്തെക്കുറിച്ച് അവരാരും മിണ്ടിയിട്ടില്ല. മല്ലികാർജുൻ ഖാർഗെ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതിനെപ്പറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മമതയുടെ പിന്നെ പ്രസ്താവനയ്ക്കുള്ള റിയാക്ഷൻ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ സോണിയാഗാന്ധിയോ അല്ലെ കോൺഗ്രസ് നേതാക്കളോ CPM നേതാക്കളോ പറയട്ടെ. അതുവരെ നമുക്ക് ഇത് എന്ത് വിചിത്രമായ ഒരു കണ്ടീഷനാണ്. പുറമേ നിന്ന് പിന്തുണ കൊടുക്കുന്ന ഒരാളിന് ആ മുന്നണിയിൽ ഇന്ന കക്ഷികൾ പാടില്ല എന്ന് അനുശാസിക്കാൻ അവകാശമുണ്ടോ? പക്ഷേ മമതയുടെ സ്ഥിതി നേരത്തെ സുജാൻ സാർ പറഞ്ഞതുപോലെ അത്ര സേഫ് ഒന്നുമല്ല. അല്ല, മമത 2 ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബംഗാളിലാകെ വശം കെട്ട് നിൽക്കുകയാണ്. അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി കൃത്യമായി അറിയാം. അതിൻ്റെ തൊട്ടു പിന്നാലെ ആനന്ദബോസിന് എതിരെ 1 by 1 ആയിട്ട് ആരോപണം കൊണ്ടുവരികയാണ്. എല്ലാം വളരെ ഞാൻ മനസ്സിലാക്കിയ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ബംഗാളിൽ നടക്കുന്നുണ്ടായിരുന്നു. അതായത് BJP-ക്ക് 28 സീറ്റുകൾ വരെ ഇത്തവണ ബംഗാളിൽ കിട്ടിയേക്കാം. 36 വരെ പറയുന്നു. 28എങ്കിലും കിട്ടിയേക്കും എന്നുള്ള ഒരു കണക്ക് വന്നിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്, മമതയുടെ പാർട്ടിയിലെ ഒരു 2ാം തര നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിട്ട് NDA-യിൽ ചേരുന്നൊരു സ്ഥിതി, ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇതിനകത്ത് മമത ഭയക്കുന്നതും ആരോപിക്കുന്നതും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് മമതയുമായി വളരെ സ്നേഹത്തിലിരിക്കുന്ന CV ആനന്ദബോസ് ഗവർണറാണ്. ഗവർണർ വലിയ തോളക്കൈയിട്ട് ചങ്ങാതിയായിട്ടിരിക്കുകയും ചെയ്തു. ഇപ്പുറത്തൂടെ നൈസായിട്ട് പണിയുകയായിരുന്നു. അതെ, അവിടെ ഇപ്പോൾ മമത സീറ്റ് നിഷേധിച്ച ഗുണാൽ ഘോഷുണ്ട്. ഗുണാൽ ഘോഷ് പിന്നെ രാജ്യസഭാ മെമ്പറായിരുന്നു. ഈ തവണ അദ്ദേഹം മത്സരിക്കാനായിട്ട് ഒരു സീറ്റിന് മമതയോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു വക്താവാക്കി, TMC-യുടെ വക്താവാക്കി നിലനിർത്തിയിരിക്കുകയാണ്. അസംതൃപ്തനാണ് ഗുണാൽ ഘോഷ്. ഗുണാൽ ഘോഷിൻ്റെ നേതൃത്വത്തിൽ TMC നെടുകെ പിളരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ മമത പുറത്താക്കിയ ഒരു അനന്തരവനുണ്ടല്ലോ, മമത പുറത്താക്കിയ അയാളും ഗുണാൽ ഘോഷിൻ്റെ നീക്കം വാച്ച് ചെയ്യുകയാണ്. ബംഗാളിൽ നിന്നുള്ള വിവരമാണ്. TMC-ക്കകത്ത് ഒരു മമതയ്ക്കെതിരെ ഒരു കലാപം
4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടാകുകയും. അല്ല, ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം നമ്മൾ അറിഞ്ഞിട്ട് വലിയ കാര്യമായി ഗൗനിക്കാതെ പോയി. മമത വളരെ പെട്ടെന്ന് വീണു, നെറ്റിപൊട്ടി മുറിവ് 2 തവണ വീണു. മുറിവേറ്റു, ഹോസ്പിറ്റലായിരുന്നു, ഗുരുതരാവസ്ഥ എന്നൊക്കെ പറഞ്ഞു, ബ്ലീഡ് ചെയ്യുന്ന ഫോട്ടോയൊക്കെ വന്നു. എങ്ങനെ വീണു എന്നത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞതുപോലെ ഈ കൊട്ടാരത്തിലെ ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ ഭാഗമായി ആരോ പിടിച്ച് തള്ളിയതാണ്. ആരോ പിടിച്ച് തള്ളി എന്നാണ് പോലീസിൽ പറഞ്ഞത്. അത് ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല. ഏതായാലും മമത ബാത്റൂമിലും വേറൊരു സ്ഥലത്ത് 2 തവണ വീണു. 2 തവണ വീണതിൽ ഒന്ന് വളരെ ഗുരുതരമായ ഒരു ചിത്രമാണ് നമ്മൾ പുറത്ത് കണ്ടത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് അവർ പ്രചരണത്തിനൊക്കെ ഇറങ്ങി. ഗുരുതരമായ ചിത്രത്തിന് തമാശയുണ്ടായിരുന്നു. മമതയെ എന്നിട്ട് പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും നെറ്റി പൊട്ടി ഇങ്ങനെ രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. ആ ചിത്രം പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഹോസ്പിറ്റലിലെത്തി, ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ചിത്രമായിരുന്നു. അപ്പോഴും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ ആളുകൾ ആദ്യം ചെയ്യുന്ന മുറിവ് തുടയ്ക്കുക, രക്തം ബ്ലീഡിങ് നിർത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് എയ്ഡ് വീട്ടിൽ കൊടുത്തു, ഹോസ്പിറ്റലിൽ എത്തിയിട്ടും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടമായിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോയുടെ സെറ്റിട്ടെടുത്ത പടം പോലെ ഉണ്ടായിരുന്നു. അതിന് ഇന്ത്യയിലുള്ള ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അല്ല, അത് ഫോളോ അപ്പ് ചെയ്തില്ല. മമതയുടെ സൈഡിൽ നിന്ന് ഫോളോ അപ്പ് ഉണ്ടായില്ല, ആരുടെയും സൈഡിൽ. അപ്പോൾ മമത ആദ്യം പറഞ്ഞ ആരോ പിന്നിൽ നിന്ന് തള്ളി എന്ന് പറയുന്നു. ഈ ആരോ തള്ളിയത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നോ, എന്തെങ്കിലും ഉണ്ടോ? ഒരു വിവരം പുറത്ത് വന്നിട്ടില്ല. അല്ല, അതിനുശേഷം ആകെ നടന്ന TMCക്ക് അകത്ത് നടന്ന ഒരു സംഭവം ഈ അനന്തരവനെ പുറത്താക്കിയതാണ്. അതെ. അപ്പോൾ ഈ അനന്തരവൻ പിടിച്ച് തള്ളിയതാണോ? അതാ മമതയുടെ വീട്ടിലുള്ള ആഭ്യന്തര കലഹത്തിൻ്റെ ഭാഗമായിരുന്നു ആ വീഴ്ച എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും അതേപ്പറ്റി പിന്നീടൊന്നും കേട്ടില്ല. രാജ്യത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ തിരഞ്ഞെടുപ്പിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബംഗാളിൽ നിന്ന് കിട്ടുന്ന വിവരം അത്ര മമതയ്ക്ക് ഗുണകരമല്ല. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ഉണ്ടായിരുന്നത് 18 സീറ്റുകളായിരുന്നു. അത് 28-ഓ 30-ഓ ഒക്കെ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ മമതയ്ക്ക് കിട്ടിയിരുന്ന 20 ഏതായാലും ഇപ്പോൾ കിട്ടില്ല എന്ന് അവർക്ക് തന്നെ വ്യക്തമായി. അവർ ഒരു കൊടുങ്കാറ്റ് പോലെ ബംഗാളിലെല്ലാം ഓടി നടക്കുകയാണ്. മാത്രമല്ല, ബംഗാളിന് പുറത്ത് ഒരു സീറ്റിലും പ്രചരണത്തിന് അവർ പോയിട്ടില്ല. ബംഗാളിൽ കുടുങ്ങി കിടക്കുക. ബംഗാളിൽ കുടുങ്ങി കിടക്കുകയാണ്. അത് നമ്മൾ അപ്പോൾ കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ പോയോ എന്ന് ചോദിക്കാം. പിണറായി വിജയനെ പോലെ അല്ല, പിണറായി വിജയൻ ഈ ഇലക്ഷനിൽ ഈ കേരളത്തിന് പുറത്തൊരു റിലവൻസ് ഇല്ലാത്ത ആളല്ല. അതെ, പിണറായി വിജയനെ ആരറിയും? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് മണിപ്പൂരിൽ ചെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണല്ലേ 3rd ഫേസ് വരുന്നതിന് മുമ്പേ അദ്ദേഹം വിദേശ യാത്ര. മമതാ ബാനർജി അങ്ങനെയല്ല, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ പോയാലും മമതാ ബാനർജി അറിയും. അത് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ UP, ബീഹാർ ഏരിയയിൽ അവർക്ക് ആരാധകരും ഫോളോവേഴ്സും ഉണ്ട്. പാർട്ടിയുണ്ട്. ബംഗാളികളുള്ളിടത്തെല്ലാം അവരുടെ പാർട്ടിയുടെ സാന്നിധ്യമുണ്ട്. അവിടെ ഒന്നും അവർ ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ അവർ ബംഗാളിൽ മുറുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവരുടെ പാർട്ടിയുടെ അടിത്തറ അവിടെ സേഫല്ല എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ TMCക്ക് അകത്ത് തന്നെ മമതയ്ക്ക് ഒരുപാട് ശത്രുക്കൾ ഉയർന്നു വരുന്നു. പിന്നെ ഗ്രൗണ്ട് റിയാലിറ്റി അവർക്കെതിരാണ്. അവരുടെ സംസ്ഥാനത്ത് തന്നെ നേരത്തെയുള്ള ഫോളോവേഴ്സ് എല്ലാം അവർക്ക് ഈ 2-3 ഫേസിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായത് സ്ഥിതി അതീവ ഗുരുതരമാണ്. TMCയെ സംബന്ധിച്ചിടത്തോളം കയ്യിലിരിക്കുന്ന 20 പാർലമെൻറ്റ് സീറ്റ് നിലനിർത്താൻ അവർക്ക് പറ്റാത്തൊരു സ്ഥിതി വരുമെന്ന് എല്ലാവർക്കേക്കാളും ആദ്യം അറിയുന്ന ഒരാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ആണ് അവർ ഈ അടുത്ത കാലത്ത് നിലവിട്ട് പെരുമാറുന്നത്. തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറഞ്ഞില്ലേ, ആ രീതിയിൽ സംസാരിക്കും. പക്ഷേ വേറെ കാര്യമുണ്ട്. മമത കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും പറഞ്ഞു, എനിക്ക് നരേന്ദ്രമോദിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ്, അദ്ദേഹം ഭക്ഷണം കഴിക്കുമോ? അല്ല, അത് കളിയാക്കാൻ പറഞ്ഞതാണ്. അദ്ദേഹം ഈ ഹിന്ദുക്കളുടെ വിശുദ്ധ ആഘോഷങ്ങൾ നടക്കുന്ന രാമനവമിയൊക്കെ നടക്കുമ്പോൾ ചില ആളുകൾ മത്സ്യവും മാംസവും കഴിച്ചതിനെ പരാമർശിച്ചതാണ്. ഞാനിതൊക്കെ ഉണ്ടാക്കും, അത് ചിലപ്പോൾ നോൺ വെജ് ഉണ്ടാക്കിയാൽ മോദി കഴിക്കുമോ എന്നുള്ള ഒരു പ്രത്യക്ഷമായ ഒരു ധ്വനി അതിനുണ്ട്. പക്ഷേ അതിനകത്തൊരു വേണ്ടി വന്ന മോദിക്ക് വേണ്ടി ഒരു കട്ട്ലറ്റോ ഒരു രസഗുളിയോ ഒക്കെ ഉണ്ടാക്കാൻ മമത തയ്യാറാണ്. മോഡി ചിലപ്പോൾ ഒരു തമാശയ്ക്ക് ഒരു മെനു അയച്ചു കൊടുത്താലോ? അല്ല, എൻ്റെ ലൈക്കിംഗ് ആൻഡ് ഡിസ്ലൈക്കിംഗ്. BJP സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്നു മമത, വാജ്പേയി സർക്കാരിൽ അതായിരുന്നു തുടക്കത്തിൽ. വീണ്ടും കാലചക്രം തിരിയുകയാണ്. അല്ല, ഇപ്പോൾ ഈ ഗവർണറുടെ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ മമതയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന അതിന് ചില പരിമിതികളുണ്ട്. ഒരുപാട് കേസുകൾ അവിടെ ഉണ്ട്.
എത്രയോ അത് റെയ്ഡ്. മാത്രമല്ല, മൂന്നാം വട്ടവും മോദി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനി കേന്ദ്രത്തോട് അടുത്ത 5 വർഷം കൂടി മല്ലടിച്ച് നിൽക്കാനുള്ള ശേഷിയുമൊന്നും മമതയ്ക്കും TMCക്കും ബംഗാളിലില്ല. അത് ഈ തെരഞ്ഞെടുപ്പിനകത്തിൽ നടന്ന ബംഗാളിലെ ഗ്രൗണ്ട് റിയാലിറ്റി അവരെ ബോധ്യപ്പെടുക, റീതിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ NDA മുന്നണിയിൽ മമത വരികയും നമ്മുടെ BJPക്കാരെല്ലാം ദീദി എന്ന് വിളിക്കേണ്ടി വരികയും ചെയ്തേക്കാം. മാത്രമല്ല വേറൊരു വലിയ സംഭവമുണ്ട്. 24,000 അധ്യാപകരുടെ നിയമനം കോടതി കിടക്കുകയാണ്. അതെ അതെ, 3 വർഷം മുമ്പ് നിയമിച്ചവരാണ്. കൽക്കത്ത ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് എല്ലാവരും വാങ്ങിയ ശമ്പളം പലിശ സഹിതം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആ നിയമനം ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയിട്ടില്ല. അത് അവരെ പിരിച്ചുവിടുന്നതിന് താൽക്കാലിക സ്റ്റേ ആണ്. ഇനി അതിൻ്റെ മെരിറ്റിലേക്ക് സുപ്രീം കോടതി പോകും. ഏതായാലും മമതയ്ക്ക് കാലാവസ്ഥ പൊതുവിൽ അനുകൂലമല്ല. അല്ല, മോദി ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ വലിയ താമസം വിന NDA മുന്നണിയിൽ ഒരു ഘടകകക്ഷിയായിട്ട് ഒരു പക്ഷേ TMCയെ കണ്ടേക്കാം. കാരണം TMC പിളരാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അതെ, അത് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. TMC മൊത്തം അല്ലെങ്കിൽ TMC അല്ല, ഒരെണ്ണം പിളർന്നു കഴിഞ്ഞാൽ അതൊരു വിഭാഗം. ഇപ്പോൾ കുണാൽ ഘോഷ് ആണെങ്കിൽ അദ്ദേഹം അതിനു മുമ്പേ തന്നെ മമത ഒരു മുഴം മുന്നോട്ട് നോക്കി കല്ലെറിഞ്ഞതായാലും ആവാം. ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അത് ഇന്ത്യ ഒട്ടാകെ അതിൻ്റെ ചലനങ്ങളുണ്ടാവും. നിശ്ചയമായും TMC എന്നുള്ള പാർട്ടി മോദിയുടെ 3ാം വരവോടുകൂടി വലിയ പ്രതിസന്ധികൾ നേരിടാൻ പോവുകയാണ്. അതെ, തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.